ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ വരുന്ന കംപ്ലീറ്റ് രാഷ്ട്രീയ പാർട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്തിന് വേണ്ടി അടുത്ത മിനിസ്ട്രിയിൽ ഒരു പോർട്ട്ഫോളിയോ തന്നെ ഉണ്ടാവണം. നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പറയുക, തിരുവനന്തപുരം നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാരണക്കാരാണ്. കാര്യം കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയക്കാർ തിരുവനന്തപുരത്ത് വന്നു. അവരിവിടെ വരുന്നു, സെക്രട്ടേറിയറ്റ് ഇവിടെയാണ്, അസംബ്ലി ഇവിടെയാണ്, അവരിവിടെ വരുന്നു, അവർ മീറ്റിംഗ് കൂടുന്നു, ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്നു. അവരെ കംപ്ലീറ്റ് ഭരണം അല്ല, അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തിരുവനന്തപുരത്തല്ല അവർ കോൺസെൻട്രേറ്റ്. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റേജ് കൊണ്ടുവന്നിട്ട് നമ്മൾ എക്കോ സിസ്റ്റം നന്നായി ഭംഗിയാക്കിയാൽ പുറത്ത് അന്യ സംസ്ഥാനത്ത് കിടക്കുന്ന മലയാളി കുട്ടികളും പുറം രാജ്യത്ത് കിടക്കുന്ന മലയാളി കുട്ടികൾ റിവേഴ്സ് മൈഗ്രേഷൻ വരണം, അവരെല്ലാം തിരിച്ചു വരണം. ആ തിരിച്ചു വരാനുള്ള സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കണം. നമ്മൾ അതിനെ ഒരിക്കലും സ്റ്റിഗ്മ കൊടുക്കരുത്. കാര്യം ചെങ്കൽച്ചൂള എന്ന് പറയുമ്പോൾ ആൾക്കാർ കാണുന്നത് അവിടെ പിടിച്ചു പറി, അവിടെ എല്ലാ രീതിയിലുള്ള മോശമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുള്ളത് തെറ്റാണ്. മാനവീയം ഭീതി ചെറുപ്പക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. എന്ത് നല്ല രീതി ആദ്യം പറഞ്ഞു, ഓയോ ഡ്രഗ്സ് ആണ് ഇതാണ്. ഒരു ഡ്രഗ്സും ഇല്ല. കുട്ടികൾ ഭയങ്കര ഹാപ്പി. ഇപ്പം മാനിയം ഇത് നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ കനകുന്ന പാലസിലും ആ പാളയത്തൊക്കെ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാം. ഈ ക്രിമിനൽസ് സിറ്റിക്കകത്ത് തന്നെ പാർപ്പിക്കണമെന്നുണ്ട്. വൈ ഷുഡ് യു കീപ് ദം ഇൻ ദ സിറ്റി? ഡോക്ടർ എം.വി. പിള്ള പോലും പറഞ്ഞൊരു പോയിന്റാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവെന്റീവ് ഓങ്കോളജി മസ്റ്റ് ബി ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. സോ ഇൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നിങ്ങൾക്കറിയാം ട്രിവാൻഡ്രം ഇസ് എ റിസർച്ച് ക്ലസ്റ്റർ. മോർ ദൻ 25 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതേ ട്രിവാൻഡ്രം. പല ആൾക്കാരും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഫിയർ പറയും, പേടിയാ. അവർ പറയുന്നത് എന്തോ ഒരു പേടി അല്ലെങ്കിൽ എന്തോ ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്. ഇറ്റ് ഇസ് റോങ്. അത് എന്താണ് അറിയാം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു PR വർക്ക് ചെയ്യാത്തുണ്ട്. അപ്പം നമ്മുടെ സിറ്റി ഇങ്ങനെ വളരുന്നു. അത് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ പല ഇതും വേണമല്ലോ. അതായത് റോഡ്സ് വേണം. ഇൻ ഇൻ്റർവ്യൂ മെൻഷനിങ് അബൌട്ട് അണ്ടർഗ്രൗണ്ട് മെട്രോസ് വരുന്നതിനെക്കുറിച്ച്, ഔട്ടർ റിംഗ് റോഡ്സ്, ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഭാവിയിൽ ഒരു 5-10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 30 years കഴിഞ്ഞാൽ പോലും വളരെ വലുതാവുന്ന ഒരു രാജ്യം, ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ സിറ്റി വളരുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുംബൈ വളർന്ന് വരുന്നതിനോടൊപ്പം തന്നെ അതുപോലെ വളർന്നു വന്നൊരു ഏരിയയാണ് ധാരാവി. അങ്ങനെ ഒരു ഭയം ഒരു മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ എല്ലാവരുടെ കുറേ പേരുടെ കയ്യിൽ കാണും. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് പണ്ട് ഉണ്ടായ സമയത്താണ് താഴെ ആ ചെങ്കൽച്ചുള വന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ലെവലിൽ ആൾക്കാർ അവിടെ താമസം തുടങ്ങി. പക്ഷേ അതിനൊരു എന്താ പറയുക, പേര് പല ഡെവലപ്മെൻറ്റും അതിൽ വരാൻ നോക്കിയിട്ടും അതിൻ്റെ പേര് ഒരു പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തോ ഒരു സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ആണ്. അതിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് തെറ്റിദ്ധാരണയാണ്. ആ പേര് മാറ്റണോ? ആ പേര് മാറ്റി ഒരിക്കലും പേര് മാറ്റരുത്. ചെങ്കൽച്ചൂള എന്ന് പറയുന്ന പേരിന് എന്താ കുഴപ്പം? നമ്മൾ കാണുന്ന രീതിയിലുള്ള കുഴപ്പമാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് പല വീട്ടിലും ജോലിക്ക് പോകുന്നതും പല വീട്ടിലെ സഹായത്തിന് പോകുന്നതൊക്കെ ഇവരാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെങ്കൽച്ചൂളയിൽ താമസിക്കുന്ന ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യണം. അവരുടെ ബാക്കിയുള്ള ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ ലൈഫും അപ്ഗ്രേഡ് ചെയ്ത് അവരുടെ താമസ സ്ഥലങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യണം. ഇപ്പോൾ ധാരാവിയിൽ വന്നിരിക്കുന്നത് എന്തുവാ, ധാരാവിയിൽ വന്ന് റീഡെവലപ്മെൻറ്റ് ഓഫ് ധാരാവി വന്നു. റീഡെവലപ്മെൻറ്റ് ധാരാവി വന്നപ്പോൾ അദാനിക്കാർ തന്നെ ഒരു ധാരാവിയുടെ ഒരു വശത്ത് കംപ്ലീറ്റ് വെരി മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഫ്ലാറ്റ്സ് കെട്ടിയിട്ട് ഈ ധാരാവി താമസിക്കുന്നവർ അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ ബാക്കി ഏരിയ ഫ്രീ ആക്കുന്നു. ഫ്രീ ആക്കറി ആരായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ബാക്കി ഏരിയ ഫ്രീ ആക്കും. അവർക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള വരുമാനം വരുന്നത്. അപ്പം ഈ വരുമാനം വരുമ്പോൾ സർക്കാരും കൂടെ എൻഷുർ, കാരണം സർക്കാരിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എപ്പോഴും പ്രൈവറ്റ് സെക്ടർ ചെയ്യാൻ പറ്റുന്നത്. ഈ ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്ഗ്രേഡ് ചെയ്യണം. നാളെ ചെങ്കൽച്ചൂള ഷുഡ് ബി എ ബ്രാൻഡ് നെയിം. നമ്മളൊരു ബ്രാൻഡ് ആക്കണം. നമ്മൾ അതിനെ ഒരിക്കലും സ്റ്റിഗ്മ കൊടുക്കരുത്. കാരണം ചെങ്കൽച്ചൂള എന്ന് പറയുമ്പോൾ ആൾക്കാർ കാണുന്നത് അവിടെ പിടിച്ചു പറി, അവിടെ എല്ലാ രീതിയിലുള്ള മോശമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുള്ളത് തെറ്റാണ്. ബിക്കോസ് ഞാൻ ആ ഇതിലേക്കൂടെ എപ്പോഴും പോകുന്ന ഒരാളാണ്. അവിടെയുള്ള ആൾക്കാർ ആക്ച്വലി അവർ പല രീതിയിൽ ജീവിക്കുകയാണ്. അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് കൊടുത്താൽ ആ കുട്ടികൾ അവിടെ ഉണ്ടല്ലോ, അവരെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുക, ചെങ്കൽച്ചൂളയ്ക്കകത്ത് നല്ല സ്കൂൾ കൊണ്ടുവരിക, കുട്ടികളെ പഠിപ്പിക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. അത് അവർക്ക് ബാക്കിയുള്ള നല്ല 5 star അല്ലെങ്കിൽ നല്ല രീതിയിൽ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പോകുന്ന പോലെ ഇവർക്ക് റീസണബിൾ ആയിട്ടുള്ള ലക്ഷറി കൊടുക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കണം. എന്നിട്ട് ബാക്കി ഏരിയ വൃത്തിയാക്കിയാൽ ആ ഓട വൃത്തിയാക്കുക, ചെങ്കൽച്ചൂള ഒരു വലിയൊരു ലേക്കാക്കി മാറ്റുക. അപ്പോൾ അതിന് തന്നെ ഒരു ലേക്കും അതിന് ചുറ്റും നല്ല റിയൽ എസ്റ്റേറ്റ് വാല്യൂ കൊടുക്കുന്ന സാധനം കൊടുത്താൽ ചെങ്കൽച്ചൂള വിൽ ബി പ്രൈസ്ലെസ്.
അതെ തീർച്ചയായും, കാരണം സിറ്റിയുടെ നടുക്കാണത് ആ സെക്രട്ടേറിയറ്റ്. നമ്മൾ ഇവരെ മാറ്റിക്കൊണ്ട് എവിടെ കൊണ്ടുപോകും, ഇവരെ മാറ്റി എവിടെ കൊണ്ടുപോകും? കാര്യം അവർ എത്രയോ വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാർ മാറ്റി നിങ്ങൾ കൊണ്ടുപോയി നെടുമങ്ങാടോ വിദ്യുരയോ കൊണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും നമ്മുടെ കൂടെ വേണം. ഇവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വീട് നടന്നു പോവുള്ളൂ. നമുക്കതിൽ ഡ്രൈവേഴ്സിനെ വേണം, ഓട്ടോ ഡ്രൈവേഴ്സ് വേണം, വീട്ടു ജോലിക്ക് ആളെ വേണം, പല രീതിയിലെല്ലാം എല്ലാ സഹായത്തിനും ആൾ വേണം. ഇത് ആ ഒരു എക്കോസിസ്റ്റമിൻ്റെ ഭാഗം വരുന്നു. സോ വി മസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ഇൻ എ പോസിറ്റീവ് മാനർ. ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഒരു സുഖം എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഇല്ല, ബിക്കോസ് ഇത് നമ്മൾ കാണുന്ന ഫോർ എക്സാമ്പിൾ കോട്ടയ്ക്കകത്ത് അഗ്രഹാരമുണ്ട്, അറിയാലോ. ഈ അഗ്രഹാരത്തിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം ടുഡേ ഇൻ വെരി ബാഡ് ഷേപ്പാണ്. ആക്ച്വലി ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ പറയുക, ഈ അഗ്രഹാരം കംപ്ലീറ്റ് ടൂറിസം ആക്കണം. അവർക്ക് അവിടെ താമസിക്കാം, ഹെറിറ്റേജ് പോലെ ആൾക്കാർ വരുമ്പോൾ താമസിക്കാൻ സ്ഥലം കൊടുക്കുക. സോ ദേ വിൽ ഗെറ്റ് റവന്യൂ. അവിടെ ഉള്ളവരെല്ലാം സുഖമായിട്ട് റവന്യൂ കിട്ടും. അതൊരു ഹെറിറ്റേജ് ഏരിയ ആക്കിയാൽ പീപ്പിൾ ലൈക്ക് ടു കം ആൻഡ് സ്റ്റേ ദർ. ഒരു ചെറിയ ഒരു പണ്ട് എങ്ങനെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്, യു ക്യാൻ മേക്ക് ദോസ് ഏരിയാസ് ടൂറിസം ഫ്രണ്ട്ലി. ലൈക്ക് യു ടേക്ക് ട്രൈബൽ ഏരിയ ടൂറിസം ആക്കണം. നമ്മൾ വികസനം വരുമ്പോൾ ഇവരൊക്കെ നമ്മൾ റോഡിൽ ഇറക്കി വിടരുത്. അവരെല്ലാം ഏതൊക്കെ മേഖല വികസനം വരുന്നു, എല്ലാം കോസ്റ്റൽ ഏരിയയിലുള്ള ഫിഷർ ഫോക്സ് ഇപ്പോൾ ലൈഫ് മിഷൻ വഴി ഫ്ലാറ്റ്സ് കൊടുക്കുന്നു. ദേ ആർ അപ്ഗ്രേഡിങ് ദിയർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. മനസ്സിലല്ലേ? അവർക്ക് വേണ്ടിയുള്ള വാട്ട് യു കോൾ ഫിഷിംഗ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് കൊണ്ടുവരിക. അപ്പോൾ അവർക്ക് മാർക്കറ്റ് തിരക്കി നടക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ട്രൈബൽ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ മലയിലൊക്കെ താമസിക്കാം, അവർക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇല്ല, അവർക്ക് അവരുടെ ട്രൈബൽ മെഡിസിൻ അത് തന്നെ വലിയ രീതിയിൽ ഗവൺമെന്റ് ടൂറിസം ആക്കാം. ട്രൈബൽ വില്ലേജസ് പോയി താമസിക്കാം. ഇപ്പോൾ ഫാം ടൂറിസം എന്ന് പറയുന്ന പോലെ വി ഷുഡ് പ്രൊമോട്ട് എവറി ബിറ്റ് ഓഫ് ദ ലാൻഡ്, ബിക്കോസ് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മൾ ദൈവം തന്നിരിക്കുന്ന ഒരു നിധിയാണ്. ഈ നിധിയെ നമ്മൾ കറക്റ്റായിട്ട് കാത്തു സൂക്ഷിച്ചാൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും, മനസ്സിലായി, അത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനെ കാണുന്ന ഒരു ആംഗിൾ കൊടുക്കുന്ന റോങ് ആംഗിൾ കൊടുക്കുമ്പോഴാണ് പ്രോബ്ലം. നമ്മുടെ സ്ട്രെങ്ത് കിടക്കുന്നത് ഫ്രം ദ സ്മോൾ കിഡ്സ് ദി എൽഡർലി. ഇപ്പോൾ എല്ലാവരും സീനിയർ സിറ്റിസൺസ് ഹോം വേണമെന്ന് പറയും. കാര്യം അവർ എല്ലാവർക്കും പക്ഷേ ഈ സീനിയർ സിറ്റിസൺസ് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ഉള്ളതുകൊണ്ടാണ്. കാരണം ക്ലബ് ഫെസിലിറ്റി ആയാലും ക്ലബ് ഫെസിലിറ്റി, ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റേജ് കൊണ്ടുവന്നിട്ട് നമ്മുടെ എക്കോ സിസ്റ്റം നന്നായി ഭംഗിയാക്കിയാൽ പുറത്ത് അന്യ സംസ്ഥാനത്ത് കിടക്കുന്ന മലയാളി കുട്ടികളും പുറം രാജ്യത്ത് കിടക്കുന്ന മലയാളി കുട്ടികൾ റിവേഴ്സ് മൈഗ്രേഷൻ വരണം. അവരെല്ലാം തിരിച്ചു വരണം. ആ തിരിച്ചു വരാനുള്ള സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നു. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുമ്പോൾ ബ്രിഗേഡ് ഗ്രൂപ്പ് വലിയൊരു വേൾഡ് ട്രേഡ് സെൻറ്റർ ചെയ്യും. അതിൻ്റെ അത് 8 5 സ്റ്റാർ ഹോട്ടലാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു 5 സ്റ്റാർ ഹോട്ടൽ വരുന്നു. ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുമ്പം ആ ഗ്രൂപ്പ് തന്നെ പോയി മാർക്കറ്റ് ചെയ്യും. ഇപ്പോൾ അവരുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് ആമസോൺ കിടക്കുന്നത്, അവരുടെ ബിൽഡിങ്ങിലാണ് പല ടോപ്പ് കമ്പനീസ് ബാംഗ്ലൂർ കിടക്കുന്നത്. ആ കമ്പനിക്കാർ ഇവിടെ വരും. അപ്പോൾ ആമസോൺ ഇവിടെ വന്നാൽ പുറത്ത് ജോലി ചെയ്യുന്ന ആമസോൺ ജോലി ചെയ്യുന്ന കുട്ടികൾ ഇവിടെ വരത്തില്ലേ? തിരിച്ച് വീടിൻ്റെ അടുത്തായില്ലേ? പാരൻസിനും സന്തോഷമല്ലേ? അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരണം. ഈ IT ആണ് ഏറ്റവും കൂടുതൽ ജോബ് സ്പിന്നർ, ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാക്കാൻ സാധ്യതയുള്ള IT ആണ്. അപ്പോൾ ആ IT മേഖലയിൽ ഏറ്റവും കൂടുതൽ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ബിൽഡിങ്സ് കൊണ്ടുവന്നാൽ ഇപ്പോൾ നമുക്ക് 1 ലക്ഷം പേരോളം ഇവിടെ ഉണ്ട്. ഇതിനെ ഒരു 5 ലക്ഷം 6 ലക്ഷം ആക്കുകയാണെങ്കിൽ പതുക്കെ ഗ്രാജുവലി ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ഇംപ്രൂവിങ്. യു ആർ ആസ്കിങ് വൺ മോർ. എനിക്ക് മനസ്സിലായി, മനസ്സുകൂടെ കണ്ടപ്പം ഇത്ര ആൾക്കാർ വന്ന സിറ്റിക്ക് അത് താങ്ങാൻ പറ്റുമെന്നുള്ളത്. സിറ്റിക്ക് അത് താങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. മുൻകൂട്ടി കണ്ട് നമ്മൾ ആ വികസനം, വാട്ടർ സപ്ലൈ ആയാലും ശരി, ഡ്രെയിനേജ് ആയാലും ശരി, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയാലും ശരി, ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഇപ്പം പുതിയ മേയർ വന്നിട്ടുണ്ട്. അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ പുതിയ മേയർ വരുന്നു, അവരുടെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് സെൻട്രലൈസ് സിസ്റ്റമോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് സിസ്റ്റം കൊണ്ടുവരാം, ഡ്രെയിനേജ് ഫെസിലിറ്റി കൊണ്ടുവരാം, വാട്ടർ സപ്ലൈ കൊണ്ടുവരാം, സ്ട്രേ ഡോഗ്, തെരുവ് നായ്ക്കളുടെ പ്രോബ്ലം, ഇത് ഇത്രയും സോൾവ് ചെയ്താൽ നമുക്ക് സിറ്റിക്കകത്ത് പെഡസ്ട്രിയൻ വാക്കിംഗ് പ്ലേസസ്. പിന്നെ എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്ത് പോലെ ഇത്രയും തട്ടുകട, വെറൈറ്റി ഓഫ് ഫുഡ് എവിടെ കിട്ടും? നമ്മൾ ആ കോട്ടലി റോഡിൽ കൂടെ പോകുമ്പം പല ജാതി ഫുഡ്, പല ജാതി ഡ്രിങ്ക്സ്, കൗടിയാർ കൊറങ്കോണം റോഡ്, MG കോളേജിൻ്റെ സൈഡ്. സി നമ്മൾ അതിലെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. ഇത്രയും ആൾക്കാർ, പീപ്പിൾ ആർ ഹാപ്പി. സോ ദീസ് ആർ സംതിങ് വിച്ച് ഷുഡ് ബി ഹാപ്പി അബൌട്ട് ട്രിവാൻഡ്രം. നമ്മൾ ട്രിവാൻഡ്രം പാസ് ചെയ്യുമ്പോൾ നമ്മുടെ സിറ്റി ഇത്രയും വളർന്നോ? ഇപ്പം മാനവീയം വീതി ചെറുപ്പക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്ത് എന്ത് നല്ല രീതി. ആദ്യം പറഞ്ഞു ഓയ്യോ ഡ്രഗ്സ് ആണ് ഇതാണ്, ഒരു ഡ്രഗ്സും ഇല്ല. കുട്ടികൾ ഭയങ്കര ഹാപ്പി. ഇപ്പം മാനവീയം വീതി നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ കനകക്കുന്ന് പാലസിലും ആ പാളയത്തൊക്കെ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ദ ചിൽഡ്രൻ ഓൾസോ ബിക്കം റെസ്പോൺസിബിൾ. നമ്മൾ ഈ കുട്ടികളെ ട്രസ്റ്റ് ചെയ്യണം. എല്ലാ സ്ഥലത്തും എപ്പോഴും ഒരു ബാഡ് പേഴ്സൺ കാണും. ഒരു ഡ്രഗ് കേസ് കൊണ്ട് ബാക്കി എല്ലാവരെയും ഒരേപോലെ കാണുന്നത് ശരിയല്ല. ദേ ആർ ഓൾ എൻജോയിങ്.
ജസ്റ്റ് ഫ്രൈഡേ നൈറ്റ്, സാറ്റർഡേ നൈറ്റ്, സൺഡേ പോയാൽ മാനിയമം വീതി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മനസ്സിലായി? യു ഗെറ്റ് ത്രിൽഡ് ബൈ സീയിങ് ദം. ഇത്രയും കുട്ടികൾ എൻജോയ് ചെയ്യുന്ന പോലെ വേറെ എവിടെ കാണാൻ പറ്റും? യു ഷുഡ് ഗിവ് ദം ദ ഫ്രീഡം. അവർക്ക് സ്പേസ് കൊടുക്കണം. ഫിലിം ഫെസ്റ്റിവൽ വന്നു, 14,000 പേര് ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. 14,000 ഡെലിഗേറ്റ്സ് സിറ്റിക്കകത്ത് മൊത്തം താമസിച്ചു. എങ്ങനെ താമസിച്ചു? മനസ്സിലേ? 14,000 പേര് ഒന്നും പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കുട്ടികൾ എവിടെയും താമസിക്കും, കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കും, ലോഡ്ജിൽ താമസിക്കും, ചിലർ ഇപ്പോൾ മാനിയം വീതിയിൽ കിടന്നുറങ്ങും. അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണ്ടേ? നമുക്ക് സിറ്റി കുറച്ചുകൂടെ വികസിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിറ്റിക്കകത്തുള്ള ലാൻഡ് അവൈലബിലിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പൂജപ്പുര ജയിൽ 7 ഏക്കറാണ്. അതിന് ചുറ്റുപാട് കിടക്കുന്നത് 43, 50 ഏക്കറാണ് സ്ഥലം. നമ്മൾ ആ ഇരിക്കുന്ന പ്രിസണിനെ ഒരു ഹെറിറ്റേജ് പ്ലേസ് ആക്കി മാറ്റി. നമ്മുടെ ഈ പ്രിസണേഴ്സിനെ, ഇവരെല്ലാം ക്രിമിനൽസാണ്, കോടതി കണ്ടുപിടിച്ച് ശിക്ഷിച്ച ക്രിമിനൽ. ഈ ക്രിമിനൽസ് സിറ്റിക്കകത്ത് തന്നെ പാർപ്പിക്കണമെന്നുണ്ടോ? വൈ ഷുഡ് യു കീപ് ദം ഇൻ ദ സിറ്റി? ഇവരെ കുറച്ച് ദൂരെ കൊണ്ട് ഓപ്പൺ ജയിലിലൊക്കെ വിട്ട് ഒരു ആ ചട്ടക്കൂട്ടിൻ്റെ അകത്ത് തുറന്ന് വിട്ട് കുറച്ചുകൂടെ മനുഷ്യനാക്കി മാറ്റിയെടുക്കാമല്ലോ. ഈ സ്ഥലം കുറച്ചുകൂടെ പബ്ലിക്കിന് തുറന്നു കൊടുത്ത് ആൾക്കാർക്ക് വൈകിട്ട് വന്നിരിക്കാനും പബ്ലിക് സ്പേസ് കൊടുക്കാനും. പണ്ട് നമുക്ക് പബ്ലിക് സ്പേസ് ഉണ്ടായിരുന്നു. പുത്രികണ്ഠം മൈതാനം, ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ നമുക്ക് ആ പ്രിസണിന് നമുക്ക് ടൂറിസം പ്ലേസ്, ആൾക്കാർക്ക് വേണമെങ്കിൽ സെല്ലിൻ്റെ അകത്ത് പോയി കിടക്കാം. അപ്പോൾ ഓരോ ജയിലിന് ഓരോ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാം. സെക്കൻഡ് തിങ്, നമുക്ക് പണ്ട് ഒരു പബ്ലിക് സ്പേസ് ഉണ്ടായിരുന്നു, പുത്രികണ്ഠം മൈതാനം. ആ മൈതാനം 8 ഏക്കറേ ഉള്ളൂ. ഓക്കെ, ഇന്ന് 8.5 ഏക്കേഴ്സിനകത്ത് അവിടെ കെട്ടിടങ്ങളൊക്കെ കെട്ടി വന്നപ്പം സ്ഥലമില്ല, തികയത്തില്ല. അതേപോലെ നമ്മൾ നോക്കുമ്പം നമ്മൾ മ്യൂസിയം ആൻഡ് സൂ 55 ഏക്കറാണ്. അത് മാറ്റുകയോ ചെയ്യരുത്. ദാറ്റ് ഈസ് എ പ്രൈം. പക്ഷെ അവിടെ മാറ്റണം. എന്താണെന്നറിയാം, നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കേരള പോലീസും കോർപ്പറേഷനും കൂടെ കൈകോർത്ത് ആ മ്യൂസിയം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇടിച്ച വാഹനങ്ങൾ മൊത്തം മാറ്റണം. ഓരോ ദിവസം കൂടുമ്പം റോഡിലോട് കൈയേറിക്കൊണ്ടിരിക്കുക. പല സ്ഥലത്തും ഉണ്ട് ഈ വാഹനം, ഇടിച്ച വാഹനം, മോട്ടോർ സൈക്കിൾ. ഇത് നമ്മൾ ടൂറിസ്റ്റ് വരുമ്പോൾ കാണുന്ന ഇതാണ്. ടൂറിസ്റ്റ് കാണിക്കാൻ സിറ്റി കാണിക്കുമ്പം യു ഷുഡ് ഷോ എ ക്ലീൻ സിറ്റി. അപ്പോൾ ഈ ഇടിച്ച വാഹനം മാറ്റാൻ അവർക്ക് സ്ഥലമുണ്ട്. ഇപ്പോൾ ഊളംപാറ അവർക്ക് SAP ക്യാമ്പ് 30 ഏക്കറാണ്. 30 ഏക്കറിനകത്ത് ഒരു 4-5 ഏക്കർ മാറ്റി വെച്ച് ഇതിനെ കംപ്ലീറ്റ് വെച്ചിട്ട് ലേലം ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാമല്ലോ. ഓരോ സ്ഥലത്ത് നമ്മൾ സിറ്റിയുടെ ലാൻഡ് എടുത്താൽ ടാഗോർ തിയേറ്റർ അല്ല, ടാഗോർ തിയേറ്റർ 5 ഏക്കറാണ്. ആ 5 ഏക്കർ നമ്മൾ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? നല്ല രീതിയിലൊരു കൺവെൻഷൻ സെൻറ്ററോ അതിൻ്റെ അകത്ത് പാർക്കിംഗ് ആവശ്യം പോലെ ഉണ്ട്. അതിനെ കുറച്ചുകൂടെ നല്ലതായിട്ട് സർക്കാരും കൂടെ ഇൻവോൾവ് ചെയ്ത് അവിടെ വേണമെങ്കിൽ എക്സിബിഷൻ സെൻറ്ററൊക്കെ ആക്കാം. എക്സിബിഷൻ വലിയ എക്സിബിഷൻ പറ്റില്ല, എക്സ്പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും ഒരു വലിയ സ്ഥലം വേണം. ഇതുപോലെ നമ്മൾ കനകുന്നം പാലസ് 21 ഏക്കറാണ്. മനസ്സിലല്ലേ? നമ്മുടെ ഇവിടെ കിടക്കുന്ന ഊളംപാറ ഹോസ്പിറ്റൽ, മെൻ്റൽ ഹോസ്പിറ്റൽ, വെരി ബ്യൂട്ടിഫുൾ. 1870 വന്ന ഒരു ഹോസ്പിറ്റലാണ്. അതിൽ 10, 30, 33 വാർഡും 500 പേഷ്യൻസ് കാണുന്നുണ്ട്. പക്ഷെ 36 ഏക്കറുണ്ട്. കാട് കയറി കിടക്കുകയാണ്. അവിടെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ സയൻസസ്, ഒരു എക്സലൻസ്, ഒരു എക്സലൻസ് സെൻറ്റർ ഫോർ മെൻ്റൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഡിപ്രഷൻ, പല മെൻ്റൽ ഡിസീസസ് ഉണ്ട് കൂടുതലുള്ള. അപ്പോൾ ആ സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ സയൻസസ് കൂടെ വന്ന് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വന്നാൽ എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസ് ആക്കാം അത്. സി ചിത്ര സെൻറ്റർ മുടമോൾ, another 25-30 ഏക്കേഴ്സ്. അവിടെ റിസർച്ച് സെൻറ്റേഴ്സ് വരാം. ലൈഫ് സയൻസ് പാർക്ക്, നമ്മൾ നേരത്തെ തോന്നയ്ക്കൽ, ഞാൻ ട്രാൻഡോ എന്ന് പറയും, എന്നാൽ തോന്നയ്ക്കൽ എന്ന് വെച്ചോ, 200 ഏക്കേഴ്സ്. ഓക്കെ, നമ്മൾ ശ്രീകാര്യത്ത് കാണുന്ന സെൻട്രൽ ട്യൂബ ക്രോപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് 130 ഏക്കറാണ്. കാര്യവട്ടം ക്യാമ്പസ് 170 ഏക്കറാണ്. സൈനിക് സ്കൂൾ ക്യാമ്പസ് 231 ഏക്കേഴ്സാണ്. നമ്മുടെ ഫൈൻ ആർട്സ് കോളേജ് ഇരിക്കുന്ന സ്ഥലം 2.5 ഏക്കറാണ്. പബ്ലിക് ലൈബ്രറി ഇരിക്കുന്ന സ്ഥലം 1.5 ഏക്കറാണ്. നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യണ്ട. ദാറ്റ് ഫൈൻ ആർട്സ് കോളേജ് ഷുഡ് ബിക്കം എ പ്ലേസ് വേർ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കൊച്ചിൻ ബിനാലെ എന്ന് പറയുന്നു. നമ്മൾ അങ്ങനെ ഒരു ബിനാലെ ഇവിടെ വേണ്ട. ബട്ട് വി ക്യാൻ ഹാവ് അവർ ഓൺ ആയിട്ടുള്ള ഒരു ആർട്ട് ഫെസ്റ്റിവലിലൂടെ കൊണ്ടുവരാം. ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ള കോളേജ് വേറെ ഇവിടെ ഉണ്ട്. ഈ കുട്ടികളെ വെച്ച് ഒരു ഫെസ്റ്റിവൽ നടത്തിക്കൂടെ? അവരുടെ ടാലൻസ് മൊത്തം ഡിസ്പ്ലേ ചെയ്തുകൂടെ? അപ്പോൾ പബ്ലിക് ലൈബ്രറി, ദേ ക്യാൻ മേക്ക് ഇറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈബ്രറി ഇൻ ഇന്ത്യ. ഇതുപോലെ ഹെറിറ്റേജ് ലൈബ്രറി. സോ എവറി പ്ലേസ് ഹസ് ഗോട്ട് ബ്യൂട്ടി. സോ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഉള്ള സ്പേസസ് നമ്മൾ കാണും. ഇപ്പം നൗ വെൻ യു സീ ദാറ്റ് ഫ്യൂച്ചറിസ്റ്റിക് നോക്കുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് വിതുര, നമ്മൾ ഐസർ ഹസ് ഗോൺ ടു വിതുര. അതേപോലെ വലിയ വലിയ ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങോട്ട് പോട്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വന്ന് അങ്ങോട്ട് പോട്ട്, ലെറ്റ് ദം ഗോ ദേർ, ദെയർ ഈസ് നോ ഹാം.
എല്ലാം സിറ്റിക്കകത്ത് തന്നെ നമ്മൾ വേണമെന്ന് സെൻറ്റർ ഓഫ് പറഞ്ഞില്ല. എക്സലൻസ് വേണം. ഇപ്പം അതെ. RCCക്ക് സ്ഥലമില്ല. ആ. സോ RCC ഷുഡ് ബി ഗിവൻ ബെറ്റർ പ്ലേസ്. ബിക്കോസ് ക്യാൻസർ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതെ. നമ്മൾ ഈ അടുത്ത കാലത്ത് നടത്തിയ ഗ്ലോബൽ പ്രിവെൻറ്റീവ് ഓങ്കോളജി സമ്മിറ്റ് നടത്തി. അതിനകത്ത് വന്ന ഒരു തീരുമാനം എന്തുവാ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവെൻറ്റീവ് ഓങ്കോളജി തിരുവനന്തപുരത്തായിരിക്കണം. ഇന്ത്യയിൽ പോലും അതില്ല അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇല്ല. അപ്പോൾ അത് നമ്മൾ സ്വസ്തി ഫൗണ്ടേഷനായിട്ട് ചേർന്ന് നമ്മളെല്ലാം കൂടെ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. ഉണ്ടല്ലോ. അതിൽ ഡോക്ടർ MV പിള്ള പോലും പറഞ്ഞൊരു പോയിന്റാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവെൻറ്റീവ് ഓങ്കോളജി മസ്റ്റ് ബി ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. സോ ഇൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നിങ്ങൾക്കറിയാം ട്രിവാൻഡ്രം ഇസ് എ റിസർച്ച് ക്ലസ്റ്റർ. എത്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടറിയാം? മോർ ദൻ 25 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് are there in ട്രിവാൻഡ്രം. 25. ISRO. പിന്നെ ഇപ്പോൾ അടുത്തത് പ്രശാന്ത് നായർ, നമ്മുടെ അസ്ട്രോനോട്ട് ഹു വെന്റ് അബ്രോഡ്, ഹു വെന്റ് ടു സ്പേസ്. അദ്ദേഹം പറഞ്ഞു ട്രിവാൻഡ്രം ഷുഡ് ബി എ റോക്കറ്റ് സിറ്റി ബിക്കോസ് ISRO ഇസ് ദയർ. നമ്മൾ സ്പേസ് റിലേറ്റഡ് ഇപ്പം നമ്മളെ കുലശേഖര പട്ടണം എന്ന് പറഞ്ഞ പുതിയ ലോഞ്ചിങ് പാഡ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ട്രിവാൻഡ്രം തിരുനെൽവേലി ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുമ്പം അതിൻ്റെ ഒരു ലിങ്ക് കൃഷ്ണ ദാറ്റ് ഈസ് കുലശേഖര പട്ടണത്തിൽ കൊടുത്താൽ ഓൾ സ്പേസ് റിലേറ്റഡ് ആക്ടിവിറ്റി വിൽ ഹാപ്പൻ ഹിയർ. നമുക്ക് സ്പേസിൻ്റെ ടെക്നോളജി ഇവിടെ ഇത്രയും സ്പേസ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എവറിത്തിങ്, ഇപ്പോൾ ഹെൽത്ത് കെയർ ഞാൻ നേരത്തെ എത്രയോ പോഡ്കാസ്റ്റിൽ പറഞ്ഞു, ട്രിവാൻഡ്രം ഇസ് ബിക്കം. ഇപ്പം അന്ന് വന്ന് നമ്മുടെ ഈ ഐ തിങ്ക് ലതിക ഉണ്ടായിരുന്നു, ദാറ്റ് അന്ന് അപ്പോളോ ഹോസ്പിറ്റലിന് ഓങ്കോ സമ്മിറ്റിൽ ഒരു ഡിസിഷൻ എടുത്തു, ഇവിടെ ഒരു പ്രിവെന്റീവ് ഓങ്കോ. ആ ഓങ്കോ സമ്മിറ്റിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മയോ ക്ലിനിക്കിൻ്റെ പ്രസിഡന്റ് പ്രതിഭ വർക്കി ട്രിവാൻഡ്രത്ത് വന്നു. Where is she from? She's from Trivandrum. അതെ. So her father was a former professor in the medical college. Her sister is the head of the cyber of TCS in Bombay. പുള്ളിക്കാരി ഉണ്ടായിരുന്നു. What I am saying is, what we found in that, ആ സമ്മിറ്റിന് നമ്മുടെ ഡോക്ടർ ചാണ്ടി ഫ്രം അപ്പോളോ ഹോസ്പിറ്റൽ came there. He is a chief business officer. അദ്ദേഹം തന്നെ പറഞ്ഞു, there's no such thing happening anywhere. So he was so excited. അതേ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഇവിടെ നോക്കി തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഇത് നമുക്ക് നോക്കണം, ഒരു ക്യാൻസർ കെയറിൻ്റെ അപ്പോളോ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ആംബുലൻസ് അവർ ഫുൾ ഫ്ലാച്ച് മാമോഗ്രാം വെച്ചിട്ടുള്ള ആംബുലൻസ് ഫ്രീ ആയിട്ട് നമുക്ക് തരുവാണ്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത് എന്താണ്, നമുക്ക് തിരുവനന്തപുരത്ത് എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ yesterday I spoke to him also. ഇന്നലെ ഞാൻ വിളിച്ച് സംസാരിക്കും ചെയ്തു ആസ് എ ഫോളോ അപ്പ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു 27 ഐ മീൻ ചെന്നൈ, അപ്പോൾ ഞാൻ മീറ്റ് ചെയ്യണം, നമുക്കിത് എങ്ങനെയാണ് നമുക്കിത് തിരുവനന്തപുരത്ത് ഒരു അപ്പോളോയുടെ ഒരു ഹോസ്പിറ്റൽ. ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞത് എന്താണ്, വി ഹാവ് എ ഫിയർ. പല ആൾക്കാരും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഫിയർ പറയും, പേടിയാണ്. അവർ പറയുന്നത് എന്തോ ഒരു പേടി അല്ലെങ്കിൽ എന്തോ ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. ഇറ്റ് ഇസ് റോങ്. അത് എന്താണെന്ന് അറിയാം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു PR വർക്ക് ചെയ്യാത്തതുണ്ട്. ഒരു പെർസെപ്ഷൻ ഉണ്ട് പുറത്ത്, കേരളത്തിന് പുറത്തുള്ള ഒരു ധാരണയുണ്ട്, കേരളത്തിൽ പോയി ഒന്നും ചെയ്യരുത്, സംഭവം പൊളിയും. അത് തിരുവനന്തപുരത്ത് പോയി ഒന്നും ചെയ്യരുത്, ഒന്നും നടക്കില്ല. ദാറ്റ് ഈസ് എ ഫീലിംഗ് ഗിവൺ ബൈ ദ റോങ് പീപ്പിൾ. ആ ഒരു പെർസെപ്ഷൻ വന്നുകൊണ്ട് അതിന് PR വർക്ക് ചെയ്താലേ വരൂ. ആ PR വർക്ക് പേപ്പർ ആഡ് മാത്രം. ഗവൺമെൻറ് ഓൾസോ മസ്റ്റ് ഡു എ ലോട്ട് ഓഫ് വർക്ക്. ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ ആൻഡ് റെഗുലേറ്റർ. അവർ ഫെസിലിറ്റേറ്റ് ചെയ്താൽ മതി, സർക്കാർ കച്ചവടം ചെയ്യാതിരുന്നാൽ മതി. സർക്കാർ കച്ചവടം ചെയ്ത് കംപ്ലീറ്റ് കടം വരുത്താതെ സർക്കാർ ഫെസിലിറ്റി ചെയ്ത് ആൾക്കാർക്ക് ജോലി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക, കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം കണ്ടുപിടിക്കുക. ഇതാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർ ഇപ്പം നമ്മൾ തന്നെ PR വർക്ക് നമ്മളാണ് ചെയ്യുന്നത്. അതേപോലെ എല്ലാവരും PR വർക്ക് ചെയ്താൽ വെരി ഷുവർ ദാറ്റ് അപ്പോളോ ഹോസ്പിറ്റൽ മേ നോട്ട് സേ ദാറ്റ് they want, they will not, definitely they will say that, they may not say they are not coming. Now we have been able to convince ചെയ്തവരെ. അപ്പോൾ അവർക്ക് താല്പര്യം വന്നു. ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി ഇപ്പം അടുത്ത ഈ വർഷത്തിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്തു. അപ്പം ട്രിവാൻഡ്രം ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഹെൽത്ത് tourism, healthcare destinations are coming. Everything when you do, you have to understand that we have to work with strategy. നമ്മൾ എല്ലാവരെയും കഴിവ് ഒന്നിച്ച് കൊണ്ടുവന്ന് നമ്മൾ അതിനെ കൊണ്ടുപോയി സിനർജൈസ് ചെയ്താൽ മാത്രമേ ഇതുവരെ ഉള്ളൂ. ഇപ്പം എയർപോർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എയർപോർട്ടിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം
പുതിയ ഫ്ലൈറ്റ്സ് എല്ലാവരും പറഞ്ഞു തിരുവനന്തപുരത്തിന് ഫ്ലൈറ്റ്സ് പറയും കൊച്ചിയിൽ കണ്ട ഫ്ലൈറ്റ് വന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ, പിന്നെ പറയുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഫ്ലൈറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞു. പലരും മനസ്സിലാക്കാതെ ദർ ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് UAE. ഇത്രയും സീറ്റ് കൂടുതൽ ഒരു സ്ഥലത്ത് തരില്ല. അപ്പോൾ ആ ബൈലാറ്ററൽ ഇത് ബൈപ്പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഫ്ലൈറ്റ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ബൈപ്പാസ് ചെയ്യാനായിട്ട് പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ലെവലിൽ. കൂടാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയ്ക്ക് ബൈലാറ്ററൽ കണ്ടീഷൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എയർ ഏഷ്യ ആയിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ ബാങ്കോക്ക് ഫ്ലൈറ്റ് ആഴ്ചയിൽ 3 ഫ്ലൈറ്റ് നമ്മൾ എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മലേഷ്യൻ എയർലൈൻസുമായിട്ട് ടൈ അപ്പ് ചെയ്ത് ബാലി ഫ്ലൈറ്റ്. സോ അങ്ങനെ നമ്മൾ കുറേ ഫ്ലൈറ്റ്സ് നമ്മൾ കൊണ്ടുവരുന്നത് ബിക്കോസ് ടൂറിസം ലിങ്ക് ചെയ്ത ആൾക്കാർ വരുന്നതാണ് ഏറ്റവും കൂടുതൽ. കാര്യം ഇവിടെ ലെഷർ ട്രാവലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വേറെ. പിന്നെ ഇപ്പോൾ ഇന്നലെ ആരാണ്ടോ എനിക്കൊരു കട്ടിങ് അയച്ചത് കണ്ടോ, കണ്ണൂരിന് വാഷിങ്ടൺ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ ഇത് ഫാക്റ്റാണോ എനിക്കറിയാം. പക്ഷേ ഞങ്ങളൊരു കത്ത് കൊടുത്തത് ഡോക്ടർ MB പിള്ള ആൻഡ് മൈ സെൽഫ് വി ഹാവ് ഗിവൻ എ ലെറ്റർ ടു ദി CM. ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഒരു പ്രൊവിഷനുണ്ട്, ഫ്രം ക്യാപിറ്റൽ സിറ്റി ടു നെക്സ്റ്റ് ക്യാപിറ്റൽ. ആ പ്രൊവിഷൻ്റെ അകത്ത് വി ഹാവ് ആസ്ക്ഡ് ഫോർ എ ഫ്ലൈറ്റ് ഫ്രം ട്രിവാൻഡ്രം ടു വാഷിങ്ടൺ. അത് കൊടുത്തിട്ട് ഏകദേശം 1 വർഷമായി. ഇതിന് എയർക്രാഫ്റ്റ് ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇൻഡിഗോ ബാക്കിയുള്ള എയർലൈൻസിനും എയർക്രാഫ്റ്റ് ഇല്ല. ഇപ്പം ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ് വരാൻ പോകുന്നത് എയർ ഇന്ത്യക്കാണ്. അപ്പോൾ എയർ ഇന്ത്യ മാത്രം വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയോ പാടുപെട്ടിട്ടാണ് ട്രിവാൻഡ്രം മംഗലാപുരം ഫ്ലൈറ്റ് വന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ മൂകാംബിക പോലുള്ളവർക്ക് അത് പറ്റും. അങ്ങനെ ഓരോ ഫ്ലൈറ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ഇസ് റിയലി അത് ത്രൂ ഹൂം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പഴയ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ശ്രീ മാധവൻ നമ്പ്യാർ, നമ്മളെ പഴയ പ്രൈം മിനിസ്റ്ററിൻ്റെ സെക്രട്ടറി ശ്രീ ടി കെ നായർ സാറ് നമ്മളെ കൂടെ, ശ്രീ TP ശ്രീനിവാസൻ, ശ്രീ KM ചന്ദ്രശേഖർ, ഇവരെല്ലാം നമ്മൾ പണ്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ. നമ്മൾ പറയും സീനിയർ സിറ്റിസൺസ്, നിങ്ങൾ മനസ്സിലാകാതെ സീനിയർ സിറ്റിസൺസ് കാര്യം പറയുമ്പം നമ്മൾ പറയും കണ്ട അവരെ ഓൾഡ് ഏജ് ഹോം കൊണ്ട് തള്ളുന്നു. അത് അങ്ങനെ ഒരു പല സ്ഥലത്തും അങ്ങനെ ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ സീനിയർ സിറ്റിസൺസിനെ ടാപ്പ് ചെയ്യണം. നമ്മളിപ്പം ഒരു ദിവസം പത്രം എടുത്ത് വായിച്ചാൽ, ഇത് എൻ്റെ ആണ്, തെറ്റോ ശരി എനിക്കറിയത്തില്ല, നമ്മളൊരു 60 വയസ്സ് 65 വയസ്സിൻ്റെ അകത്ത് മരിക്കുന്ന ആൾക്കാർ കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബാങ്ക് ജോലിക്കാരാണ്. കാര്യം എന്താ പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരുന്ന് മുരടിച്ച് മരിക്കുകയാണ്. ഇവരെ യൂട്ടിലൈസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഇപ്പം എൻ്റെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. 65ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലോട്ട് കയറുന്നത്. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ആ ഫയർ ഇൻ ദ ബെല്ലി കൊണ്ട് 92ാമത്തെ വയസ്സ് വരെ പോയി. ബിക്കോസ് ഹി കുഡ് ഗെറ്റ് ഹിസ് വിഷൻ ഡൺ. അപ്പോൾ ഈ പ്രായമായിരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ ഇരിക്കരുത്. നമുക്ക് നിങ്ങളുടെ റിസോഴ്സസ് വേണം. നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. സർക്കാർ ഇരിക്കുന്ന ആൾക്കാരുടെ കംപ്ലീറ്റ് റിസോഴ്സസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് പല കാര്യങ്ങളും തിരുവനന്തപുരത്തും ചെയ്യാൻ പറ്റും. അത് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് എവിടെയാണ് അവർ ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇവരെ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്? ഞാൻ ആ ഒരു ഇതും കൂടി നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സ് ഇതിന് പ്രിപ്പയർഡ് ആണ്. അവരാര് വിളിച്ചാലും നമുക്ക് അവരെ സ്വാഗതമാണ് അവിടെ വന്ന് നമുക്ക് സപ്പോർട്ട് തരാൻ. അവരുടെ നോളജ്, പേപ്പർ, അവർ വീട്ടിൽ ഇരുന്ന് എഴുതുന്ന നോട്ട്സ് ഒക്കെ തന്നാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ ട്രാവൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടെയാണ്. ട്രാവൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇതിന് നല്ല രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പിനെ പല കോളേജസിൽ കൊണ്ടുവരുന്നു, നമ്മൾ ചാപ്റ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ജോലിയുണ്ട്. ഈ കുട്ടികളെ മെൻറ്റർ ചെയ്യണം. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് വരെ മെൻറ്ററിങ് വേണം. അപ്പം മെൻറ്റർ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള റിട്ടയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ വരുമ്പം കുട്ടികളെ നന്നായി മെൻറ്റർ ചെയ്ത് അവരെ നന്നായി ഒരു ഗുഡ് സിറ്റിസൺ ആക്കി എടുക്കാൻ ഇവരെ കൊണ്ട് പറ്റും. തീർച്ചയായിട്ടും അവരുടെ കുട്ടികൾ ആരും ഇവിടെ ഇല്ല. പലവരും കുട്ടികൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഔട്ട് ഓഫ് ദ കൺട്രിയാണ്. അപ്പോൾ ഇവർക്ക് വീട്ടിൽ ഇങ്ങനെ ഇരിക്കരുത്. ഭാര്യ ആയാലും ഭർത്താവായാലും രണ്ടുപേരും ഇറങ്ങണം. നമുക്ക് ഏത് സേവനം നമുക്ക് തരാൻ പറ്റുമെങ്കിൽ നമ്മൾ അറിയിക്കുക. വി ആർ ഓൺലി ഹാപ്പി ടു റിസീവ്. ഞാനെപ്പോഴും ഈ എൻ്റെ ഒരു ഡ്രീം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഈ സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു ഓൾഡ് ഏജ് ഹോമിലോട്ടാക്കുന്നു. ഈ ഇവരുടെ കഴിവും അവരുടെ സ്നേഹം, ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ മനസ്സിലുള്ള ആൾക്കാരാണ് അവർ. അവർക്ക് പലതും പറഞ്ഞു കൊടുക്കാൻ ഉള്ള അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. അങ്ങനെ വരുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ഒരു ഓർഫനേജും കൂടെ വരിക. ആ ഓർഫനേജ് ഇത് രണ്ടും കൂടി വരുമ്പം ഇവരുടെ അറിവുകളൊക്കെ ഈ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഇവർക്ക് ഒരു അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ വാത്സല്യം ഇവർക്കും കിട്ടും. അപ്പോൾ രണ്ടുപേരും ഒരു കോമൺ ഏരിയയിൽ, അവരുടെ രണ്ടിൻ്റെ നടുക്കുള്ളൊരു കോമൺ ഏരിയയിൽ വേർ ദേ ക്യാൻ ഷെയർ ദെയർ തോട്ട്സ്, വേർ ദേ ക്യാൻ ഷെയർ ദെയർ എക്സ്പീരിയൻസസ്, ഇവരുടെ ആപ്രിഹെൻഷൻസ്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അവർ രണ്ടുപേരും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ഞാൻ പലരോടും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ സീനിയർ സിറ്റിസൺസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കരുത്.
ഒഴിവാക്കാത്ത ഒരു ഒഴിവാക്കാൻ പാടില്ല. ബിക്കോസ് വൈ ഐ എം സേയിങ് ഈസ് ഈവൻ വേർ ദേ ഹാവ് പബ്ലിക് സ്കൂൾസ് കമ്മിങ്, ഇപ്പോൾ പ്രൈവറ്റ് സ്കൂൾസ് ഒത്തിരി വരുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂൾസിൻ്റെ അടുത്ത് ഒരു സീനിയർ സിറ്റിസൺസ് ഹോംസ് വന്നാൽ ആ സ്കൂളിനെ ഇവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? കാര്യം ആ സ്കൂളിൻ്റെ ഈ പാരൻസ് ഈ വയസ്സായിരിക്കുന്ന ആൾക്കാരാണ്, അവരും വന്ന് ഇതിൻ്റെ കൂടെ മിങ്കിൾ ചെയ്ത് കുട്ടികളുടെ കാര്യം നോക്കാനും പിടിക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ തന്നെ എൻ്റെ കുട്ടികളത് പറയും, നമ്മളൊരു സീനിയർ സിറ്റിസൺ ഹോം മാത്രം പണിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഡിപ്രസ്ഡ് ആവും. കാരണം ഇന്ന് വൈകിട്ട് ഇരുന്ന് സംസാരിച്ചിരിക്കുന്ന ആൾ പിറ്റേ ദിവസം കാണത്തില്ല, ഓരോ ദിവസം. അല്ലെങ്കിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നത്. അതിനാൽ നല്ലത് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ ഒരു വിങ്, ഒരു സൈഡ് മൾട്ടി ജനറേഷൻ ഹോം ആക്കണം. അപ്പോൾ അതിനകത്ത് യൂത്ത് കാണും, പലരും കാണും. അപ്പം ആ കുട്ടികൾ ഇപ്പം ഭാര്യയും ഭർത്താവും പുറത്തു പോകുന്നു, കുട്ടികളുണ്ട്, ആരെ ഏൽപ്പിക്കും? ഈ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കാം. ദേ വിൽ ഫീൽ മോർ ബെറ്റർ, ദേ ആർ സോ ഇൻക്ലൈൻ ടു സേവ് ദി തിങ്. ഓക്കെ, ചില ആൾക്കാർ പറയും കുട്ടികളുള്ള ഭയങ്കര ശല്യമാണ്, സൗണ്ട് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ദിസ് ഇസ് ഓൾ ലിറ്റിൽ, ഒരു ഫ്യൂ പെർസെൻറ്റേജ് ആയിരിക്കും. ബട്ട് മോർ പീപ്പിൾ ആർ മോർ ഇൻക്ലൈൻ. ദേ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ സിസ്റ്റം. നമ്മൾ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ഇവിടെ തള്ളിയിട്ട് യു ഔട്ട് ഓഫ് ദ മെയിൻ സ്ട്രീം, നിങ്ങൾ ആർക്കും വേണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി തൊലഞ്ഞു പോകും എന്നുള്ള ഫീലിംഗ് കൊടുക്കരുത്. അവർ ദേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്റ്റേറ്റ്. നമ്മളെ ഗ്രോത്ത് ഇത്രയും നമ്മളൊക്കെ ഇവിടെ എത്തിയില്ലേ, അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം, ഞാൻ സീനിയർ സിറ്റിസൺ ആണ്. സോ ഓൾ ഓഫ് ദ സീനിയർ സിറ്റിസൺ വി ആർ ഓൾസോ സ്കാഡ്. അപ്പോൾ നമ്മൾ സീനിയർ സിറ്റിസൺ ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര ആക്റ്റീവ് ആവുന്നു, വി ആർ കീപ്പിംഗ് ഓൺ ഗോയിങ്. നമ്മളിപ്പോൾ എന്ന് ഈ പണി നിർത്തുന്നു, നമുക്ക് മൂക്കി പഞ്ഞി വയ്ക്കാനേ പറ്റൂ. അതെ, അതുവരെ ഇങ്ങനെ പോകണം. അതെ, അതാണ് ഒരു ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനം എങ്ങനെയായിരിക്കും, അത് ശരിക്കും ആ ഒരു ബാലൻസിൽ വരുമോ എന്നൊക്കെയുള്ളൊരു ആപ്രിഹെൻഷൻ ഈ പറയുന്ന എല്ലാവരുടെയും മനസ്സിൽ കാണും. കാരണം നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഈ സമഗ്രമായിട്ടൊരു വളർച്ച, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടൊരു വളർച്ച. പലയിടത്തും ഇംബാലൻസ് ഉണ്ടാവും. എല്ലാവരെയും ഉൾക്കൊള്ളുമോ? ഇപ്പോൾ ഇത്രയും നേരത്തെ ടോക്കെന്ന് മനസ്സിലായ ഒരു കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടഞ്ഞുകൂടി ഇരിക്കാതെ നമ്മളായിട്ട് പുറത്ത് നമ്മുടെ ടാലൻസും നമ്മുടെ എന്താ പറയുക, നമുക്ക് കൊടുക്കാനുള്ള ഇൻപുട്ട് എല്ലാം ഇങ്ങോട്ട് വരാതെ, എനിക്കെന്ത് ചെയ്യുന്നു എന്നറിയാതെ, അതിനെപ്പറ്റി ചിന്തിക്കാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ ഡെവലപ്മെന്റ് വരുമ്പോൾ ഉണ്ടല്ലോ, സസ്റ്റൈനബിൾ ആയിരിക്കണം. ഏത് ഡെവലപ്മെന്റും സസ്റ്റൈനബിൾ ആയിരിക്കണം, ആൻഡ് ഇൻക്ലൂസീവ് ആയിരിക്കണം. കുറേ പേരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡെവലപ്മെന്റ് ഒന്നും പറ്റില്ല. എല്ലാവരെയും ഡെവലപ്മെന്റ് ഭാഗം വരണം. സോ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ആൻഡ് പീപ്പിൾ ഓൾസോ മസ്റ്റ് ഓൺ ഇറ്റ്. നമ്മൾ വേറെ ആരെങ്കിലും ചെയ്തോളും, അവർ കുറേ പേര് ചെയ്യുമല്ലോ, നമ്മൾ മിണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ ഫ്രൂട്ട് വരുമ്പോൾ നമുക്ക് സൂഹിക്കാം. ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരക്കാരത്ത് പറയുക, തിരുവനന്തപുരം നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാരണക്കാരാണ്. കാര്യം കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയക്കാർ തിരുവനന്തപുരത്ത് വന്നു, അവരിവിടെ വരുന്നു, സെക്രട്ടേറിയറ്റ് ഇവിടെയാണ്, അസംബ്ലി ഇവിടെയാണ്, അവരിവിടെ വരുന്നു, അവർ മീറ്റിംഗ് കൂടുന്നു, ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്നു. അവരെ കംപ്ലീറ്റ് ഭരണം, അല്ലെ അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തിരുവനന്തപുരത്തല്ല അവരുടെ കോൺസെൻട്രേഷൻ. അവരുടെ തീർച്ചയായിട്ടും അവർ ജയിച്ചു വന്ന അവിടെയാണ്. അപ്പോൾ അവരെ കംപ്ലീറ്റ് ലുക്ക്, ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സാധനം ഒരു തലസ്ഥാന നഗരമാണെന്നും ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഇമ്പോർട്ടൻസും അതിനെ ഒരു പരിഗണനയും കൊടുക്കണമായിരുന്നു. ദേ ഡോണ്ട് ഗീവ് ദാറ്റ്. അതെന്തെന്ന് പറഞ്ഞാൽ സംഹൗ വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ആസ്ക് ഫോർ ഇറ്റ്. തിരുവനന്തപുരംകാർ ഇതെല്ലാം സഫർ ചെയ്തുകൊണ്ടിരുന്നു. ഇനി ആ സഫറിങ് നടക്കില്ല. ഇത് നമ്മൾ ചോദിക്കാനും പറയാനും നമുക്ക് ആൾക്കാരെ ഉണ്ട്. ഇപ്പോൾ ചേംബർ ഓഫ് കോമേഴ്സ് മാത്രമല്ല, മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, നമ്മളെ ഇരിക്കുന്ന അജണ്ട ടാസ്ക് ഫോഴ്സ് ഉണ്ട്, എവേക് ട്രാൻഡ്രം ഉണ്ട്, അതുപോലെ നമ്മൾ സ്വസ്തി ഫൗണ്ടേഷൻ എല്ലാവരും ഇരിക്കുമല്ലേ. സോ ഇനി ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇത് വന്നിരുന്നിട്ട് നമ്മളിവിടെ വന്ന് ഇവിടുത്തെ സുഖം മൊത്തം അനുഭവിച്ച് ഇവിടുത്തെ വെള്ളം കുടിക്കുക, വായു ശ്വസിച്ച് പോവുക, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ടാറ്റ ബൈയും പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തേ പോകാൻ പറ്റുള്ളൂ. അതിനി ഇപ്പോൾ ഇലക്ഷൻ വരുന്ന കംപ്ലീറ്റ് രാഷ്ട്രീയ പാർട്ടിയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്തിന് വേണ്ടി അടുത്ത മിനിസ്ട്രിയിൽ ഒരു പോർട്ട്ഫോളിയോ തന്നെ ഉണ്ടാവണം. ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റ്, ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് റീജൻ എന്നൊരു പോർട്ട്ഫോളിയോ ഒരു മിനിസ്റ്ററിന് കൊടുത്തിരിക്കണം. കാര്യം ഇത് ഒരു സൈഡ് ട്രാക്ക് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഇതൊരു മെയിൻ പോർട്ട്ഫോളിയോ. ആ പോർട്ട്ഫോളിയോയുടെ കീഴിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു മിനിസ്റ്റർ ഉണ്ടാവണം. ഇതിപ്പം PWD എടുക്കുമ്പോൾ വാട്ടർ അതോറിറ്റി വരില്ല, വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് വരില്ല, ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല. ഇതൊരു പോർട്ട്ഫോളിയോയുടെ കീഴിൽ കൊണ്ടുവന്ന് ഒരു മിനിസ്റ്ററിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പ്യുവർലി ഫോർ ട്രാൻഡം ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായേ പറ്റൂ, ഫോർ ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റ്. ആ പോർട്ട്ഫോളിയോ വരുമ്പം ഓൾ ദീസ് തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്. അതിന് നമ്മളെല്ലാവരും കൂടെ രാഷ്ട്രീയക്കാർ വരുമ്പോൾ വോട്ട് തരാൻ മാത്രം പറഞ്ഞു വിടാതെ ഈ ഒരു ഡിമാൻഡ് വെക്കുക. എവറിബഡി ഷുഡ് ഡിമാൻഡ് ഫോർ ദിസ്, ദാൻ ഓൺലി ദിസ് വിൽ ഹാപ്പൻ.
കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതെ, correct. ഓക്കെ, അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് വി ഗോ ആഫ്റ്റർ ദാറ്റ്. അതിന് പുറകെ പോകുമ്പം വി കൻ ഡെഫിനറ്റ്ലി ഗെറ്റ് വാട്ട് വി വാണ്ട്. എനിക്ക് നല്ല ശുഭവിശ്വാസമാണ് നമ്മൾ ട്രിവാൻഡ്രം ഇനി വരുന്ന കാലത്ത് ഏറ്റവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന സിറ്റിയാവും. ഏറ്റവും ഐ വിൽ സേ വെൽ മാനേജ് ആൻഡ് വെരി വെരി സൈലൻറ്റ് ആൻഡ് എല്ലാ ജനറേഷനും താമസിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയായി മാറും എന്നുള്ളതാണ് എൻ്റെ ആ വിശ്വാസം. പ്രാർത്ഥന ഫലിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വികസനം ഭദ്രമായ കയ്യിലാണെന്ന് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം. വന്നതിന് വളരെ നന്ദി. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.